ഡയറക്ഷൻ ബൈ ജയകൃഷ്ണൻ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടു കഴിഞ്ഞ സമയത്ത് യാതൊരു രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ട്രെയിലർ യാതൊരു സീറോ എക്സ്പെക്ടേഷൻസ് വെച്ചിട്ടാണ് സിനിമ കാണാൻ പോയത്. റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് സിനിമ കാണാൻ പോയത്. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനൊരു തല്ലിപ്പൊളി സിനിമ ആവാനുള്ള ഒരു സാധ്യത വെച്ചിട്ടാണ് പോയതെന്നുണ്ടെങ്കിലും സിനിമ ഒരു തല്ലിപ്പൊളി ഒന്നല്ല, സിനിമ ഒരു വൺ ടൈം വാച്ചബിൾ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. അതായത് സിനിമയിൽ പോരായ്മകളുണ്ട്, ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സിനിമ ഓവറോൾ ഒരു അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് എന്ന് പറഞ്ഞത്. ആദ്യം എടുത്ത് പറയേണ്ടത് ഇതിൽ വന്നിട്ടുള്ള 2 നടിമാരെ പറ്റിയിട്ടാണ്. അതിലൊന്ന് സ്വരാജിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച, ഞാനിതിൽ നോക്കിയിട്ടില്ല, അപ്പോൾ പേരിക്ക് വലിയൊരു വൃത്തമില്ല. സ്വരാജിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച ഒരു നടിയുണ്ട്. അത് മറ്റേ ഉടനെ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ്റെ ഒക്കെ നായികയായിട്ട് അഭിനയിച്ച ആക്ട്രസ്സാണ്. കിട്ടില്ലാനായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആ സാധാരണ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനല്ല, ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ്റെ ഒരു ഭാര്യ എന്നുള്ള രീതിയിലുള്ള ആ പെരുമാറ്റം കാര്യങ്ങളൊക്കെ കിട്ടില്ലാനായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു കാമുകിയായിട്ടൊരു നാട്ടിൽ അഭിനയിക്കുന്നുണ്ട്. അതാണ് അഭിനയം, അതായത് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ചെയ്യുന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. അതങ്ങനെ സിമ്പിളായിട്ട് അങ്ങനെ അഭിനയിച്ചു പോകുന്നു. പ്രത്യേകിച്ച് ഒരു റൊമാൻറ്റിക് സോങ്സ് ഒക്കെ വരുന്ന സമയത്ത് തീരെ ക്രിഞ്ച് അടിക്കണില്ല. കുഞ്ചാക്കോൻ്റെ പിന്നെ അറിയാലോ, അത് ഈ മേഖല ഇത്ര ഏറ്റെടുത്ത സംഭവമാണ്. പക്ഷേ ഈ നടി അതിൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. ചീര അങ്ങനെ അത് ക്യൂട്ട്നെസ് വാരിയിട്ടാണ് കുറേ നടികളുണ്ടല്ലോ, അതിന് അങ്ങനെ യാതൊരു കാര്യം ഒതുങ്ങില്ല. ക്യൂട്ട്നെസ് ഇങ്ങനെ വാരി ഇങ്ങനെയൊക്കെ ആക്കി എന്നൊക്കെ ആക്കിയിട്ടുള്ള സംഭവം നോക്കണ്ടല്ലോ, അങ്ങനെ യാതൊരു പരിപാടിയില്ല. വളരെ സിമ്പിളായിട്ടാണ് ആ നടി ക്യാരക്ടർ റിവീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ കുഞ്ചാക്കോ ബോബനെ സ്വരാജിനെ പറ്റിയിട്ടൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഈ ഏതൊരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഒരു അഴിഞ്ഞാട്ടാണ്. പക്ഷേ ഈ സിനിമ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി സ്വരാജാണ് ഇതിൽ സ്കോർ ചെയ്തിട്ടുള്ളത്. കാരണം മൂപ്പരാൾക്ക് കുറേ കൂടി കോമഡിയും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു ക്യാരക്ടറാണ് സ്വരാജിനുള്ളത്. അത് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ സിനിമക്ക് എത്തുന്നുണ്ട്. അപ്പോൾ സിനിമയുടെ പ്ലോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ചാക്കോ ബോബനെ കള്ളുപിടിച്ചിട്ട് മറ്റേ സൂവിന് സിംഹത്തിൻ്റെ അവിടെ പോയിട്ട് കുതിരളിക്കണതാണ്. അപ്പോൾ വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും എങ്ങനെ രക്ഷപ്പെടും. ഒരു സർവൈവൽ മൂവി എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സർവൈവൽ കോമഡി മൂവിയാണ് എന്ന് പറയുന്നത്. പക്ഷേ അത് എന്താ പറയുക, ഈ സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പല സ്ഥലങ്ങളിലും വലിഞ്ഞു നിൽക്കണം. അതായത് ലാഗ് എന്നുള്ളതിൻ്റെ ഒരു സംഭവം തീരേണ്ടോടന്ന് പിന്നെയും കുറച്ചും കൂടി ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ കൂട്ടി കൊണ്ടുപോകണേ ഒരു പ്രവണത ഒരു സിനിമയിൽ പല സ്ഥലങ്ങളിൽ എനിക്ക് ഉള്ള പോലെ തോന്നി. അത് എനിക്ക് അത്ര ഒരു ഗുമ്മ് തോന്നിയില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ VFX, അപ്പോൾ അതാണ് കൂടുതൽ ആൾക്കാർക്ക് അറിയാം. VFX പോരാ എന്നിങ്ങനെ പല ആൾക്കാർ തിയേറ്ററിൽ പറഞ്ഞു കേട്ടിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അതായത് ഗോഡ്സില്ല അല്ലെങ്കിൽ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, അതായത് ജുറാസിക് പാർക്കിൻ്റെ ബഡ്ജറ്റ് വെച്ചിട്ട് എല്ലാം ഈ സിനിമ എടുക്കുന്നത്, അത് നമ്മൾ നോക്കണം. നമ്മൾ അങ്ങനെ ഇപ്പോൾ നോക്കണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് നോക്കണം, എത്ര പൈസ ഒക്കെ അവർ ചെയ്യുന്നുള്ളത്. അപ്പോൾ അവർ ആ ബഡ്ജറ്റിൻ്റെ ലിമിറ്റ് വെച്ചിട്ട് അവർ മാക്സിമം ആ സിംഹത്തിൻ്റെ VFXും കാര്യങ്ങളൊക്കെ മാക്സിമം നന്നാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ആ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ചില ക്ലോസപ്പ് ഷോട്ട് ഉണ്ട്, സിംഹത്തിൻ്റെ മുഖത്തേക്ക് പോകണപ്പോൾ ഷോട്ട് ഉണ്ട്. ആ സമയത്തൊക്കെ പെർഫെക്റ്റ് ആണ്. പക്ഷേ ഈ വിട്ട് നിന്നുള്ള ഷോട്ടിങ് മറ്റേ സിംഹം അങ്ങനെ നടന്നു വരുമ്പോൾ അങ്ങനെ ചാടുമ്പോൾ അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ കുറേ കൂടി ആർട്ടിഫിഷ്യലായ ഒരു ഫീല് സിനിമക്കാലത്തിൻ്റെ. പിന്നെ ലോജിക്ക് നോക്കാതെ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ ലോജിക്ക് നോക്കാതെ സിനിമ കാണുക. അതേപോലെ തന്നെ ഈ സിനിമയിൽ വന്നിട്ടുള്ള സോങ്സ് കിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഈ സിനിമത്തെ പാട്ട് നല്ല രസമുണ്ട്. അത് മെയിനായിട്ട് ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴുള്ള ഒരു പാട്ടും ഡാൻസും കൂടി കിട്ടുന്നത്. അതിനൊക്കെ നല്ല ഡാൻസും നല്ല പാട്ട് കേൾക്കുന്നത്. സാധാരണ പാട്ട് നല്ല ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, ഇത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, തീർച്ചയായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സാധാരണ അത് പാട്ടെന്നിട്ട് എല്ലാവരും വെറുത്തിട്ടേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതങ്ങനെ ഒന്നുമില്ല, അത് അത്യാവശ്യം നല്ല പാട്ടും ഡാൻസും കൂത്തും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമൻ്റെ ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ കുറച്ചൊരു മറ്റേ ഒലിപ്പിക്കലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് പോയി. അപ്പോൾ എനിക്കിത് കൂടുതൽ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കുന്നില്ല. അപ്പോൾ എന്താ സിനിമ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി മൂവിയാണ്. വലിയ ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലൂടെ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത്ര കണ്ട് ത്രില്ല് അടിക്കുന്ന സംഭവം എനിക്ക് തോന്നിയിട്ടില്ല. അതിങ്ങനെ നമുക്കറിയാം, അത് തുറക്കാൻ തന്നെ കുഞ്ചാക്കോബനോടെ പോയി പെടുമ്പോൾ തന്നെ അത് അവസാനം എന്ത് സംഭവിക്കുന്നുള്ള അറിയാം. അത്രയധികം പ്രഡിക്റ്റബിളാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതൊരു ഫാമിലി പാടാണ്. അത് മനസ്സിലായി. ഇത് ഫാമിലിനെ മറ്റേ ടാർഗറ്റ് യൂത്തും കാര്യങ്ങളും ഇല്ലാതെ ഫാമിലിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഇറക്കിയൊരു സിനിമ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് വരുന്ന കോമഡി, അതായത് നമ്മളുണ്ടല്ലോ ഇപ്പോൾ ഈ ഞായറാഴ്ച ഒരു ജോലി ഒന്നും ഇല്ലായിരിക്കുന്ന സമയത്ത് ഈ കുടുംബത്തിനായിട്ട് സിനിമക്കൊക്കെ പോവുക, അത്യാവശ്യം ഒന്ന് ചിരിക്കാനും ഇങ്ങനെ വെറുതെ വലിയ തെറിവിളിയോ കാര്യങ്ങളോ കൊടുക്കലോ കിടന്ന് പെട്ടുമുതിർന്ന് ഉണ്ടാ പറയലോ ഒന്നുമില്ലാതെ ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ കണ്ടിരിക്കുക, കുറച്ചൊരു മനസ്സമാധാനത്തിൽ ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റുക, അങ്ങനത്തെ ഒരു സിനിമയാണ് ഗിഗർ എന്ന് പറയുന്നത്. അതല്ലാതെ ഈ സിനിമത്തിൻ്റെ സംഭവവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര ത്രില്ലിങ്ങും കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ ത്രില്ലിങ്ങിൻ്റെ എലമെൻറ്റ്സ് ഇറക്കി ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് ത്രില്ലോ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല, എനിക്ക് ത്രില്ലിനെ പറ്റിയും തോന്നിയിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ ഈ കോമഡി കാര്യങ്ങൾ അങ്ങനെ സാധാരണ ഒരു അത്യാവശ്യം നല്ലൊരു സിനിമ എന്നൊക്കെ നമ്മൾ പറയുക. സിനിമ കണ്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫീലാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫാമിലി മൂവിനായിട്ട് ഇങ്ങനെ പോകുക, അങ്ങനെ നമ്മൾ ചിലതിൽ ഈ മൂവീസൊക്കെ കാണുമല്ലോ, അതേപോലെയൊക്കെ ഇങ്ങനെ വന്നിരുന്നിട്ട് ഇങ്ങനെ കാണാൻ കുറച്ച് കോമഡി കാര്യങ്ങൾ അങ്ങനെയൊക്കെ കൂടി പോകണ ഒരു അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഭയങ്കര സിനിമ എന്നോ മോശം സിനിമ എന്നോ അല്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് എന്നുള്ളതിനേക്കാൾ കുറച്ചൊരു ആവറേജിനേക്കാളും കുറച്ചും കൂടെ മേലെ പോകുക. കാരണം സിനിമൻ്റെ ഒരു പകുതിക്ക് കൂടുതൽ, അതൊരു 75% എൻഗേജിങ് ആണ് സിനിമ. ഈവൻ അത് പ്രഡിക്റ്റബിൾ ആകുന്നുണ്ടെങ്കിലും ആവറേജ് എന്ന് പറഞ്ഞത് ശരിയല്ല. അത്രയും ഒരു ഭാഗം എൻഗേജിങ് ആയിട്ട് ഒരു സിനിമ നമ്മൾ മുന്നേക്ക് കൊടുത്തിട്ട്
അതങ്ങനെ അത്ര ഉള്ളൂ, ആവറേജ് ആണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇറ്റ് തന്നെ എബവ് ആവറേജ് മൂവി. എന്നാൽ ഏറ്റവും ഭയങ്കര സംഭവമല്ല, മനസ്സിലായി നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ അതന്നെ, ഇവിടെ ഫാമിലി മൂവി, എനിക്ക് ഫാമിലി പടം, പിന്നെ ത്രില്ലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അങ്ങനെ കണ്ടിരിക്കാൻ പറ്റുക, അത്യാവശ്യം ചിരിക്കാനോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു ഫീൽ ഗുഡ് മൂവി. നല്ലതെന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവം അല്ലെങ്കിൽ ഭയങ്കര എൻഗേജിങ്ങും ഒന്നും നമുക്ക് ഭയങ്കര എന്നതിൽ പറയാനില്ല. ആവറേജ്, ഒരു ആവറേജ്, ഇങ്ങനെയാണ് ഓരോ സെഗ്മെൻറ്റായിട്ട് സിനിമ പോകുന്നത്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ. അതാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അതാണ് എൻ്റെ അഭിപ്രായം. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീൽ അതാണ്. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ഇസ് സക്കിബ് ടോക്സ്, സൈനിങ് ഔട്ട്.